അപ്പോൾ നല്ലൊരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ചെടിത്തോട്ടം കാണാം കേട്ടോ. നമുക്ക് പിള്ളേർ ഇവിടെ തകർത്ത വാരി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ പരിപാടി എന്താ, വെള്ളത്തിൽ കളി. അതിനപ്പുറത്തോട്ടൊന്നുമില്ല അവർക്ക്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാകുന്ന പൂക്കൾ ഒരു നല്ല വലിപ്പമുള്ള സൈസുകൾ കേട്ടോ. നമ്മുടെ നാട്ടിലെ റോസാപ്പൂക്കളുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, സാധാരണ വീടുള്ള റോസാപ്പൂക്കളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. നല്ലോണം വലിപ്പമുള്ള പൂക്കളാണ് ഇത് മൊത്തം. അതിവിടെ കൊല കുത്തിയാണ് ഇവിടെ പൂക്കളുണ്ടാകുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറേ നേരം അതിങ്ങനെ ലാസ്റ്റ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും ഇവിടുത്തെ പൂക്കൾ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊരു കാക്കപ്പൂവിൻ്റെ ഒക്കെ ചെറിയ സാമന്തിയുള്ള പൂവാണ്. പക്ഷെ കാക്കപ്പൂവല്ല, ആ ഒരു ടൈപ്പേ അല്ല. പക്ഷെ ആ ഒരു സാമ്യം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ റോസാപ്പൂവല്ല, പക്ഷെ എന്തോ ഒരു വലിയ ടൈപ്പ് ഒരു പൂവാണ്. ഇവിടുത്തെ പൂക്കൾക്ക് മണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വലിയ മണങ്ങളൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല ഇവിടുത്തെ പൂക്കൾക്ക്. നമ്മുടെ നാട്ടിൽ ഓരോ പൂക്കളാണെങ്കിലും ഓരോ രീതിയിലും നല്ല മണമുണ്ടാവും. പക്ഷെ ഇവിടുത്തെ പൂക്കൾക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ മണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത്രയും പൂക്കളുണ്ടെങ്കിലും അത്രമാത്രം സുഗന്ധമുള്ള സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ. പക്ഷേ ഇവിടെ തീരെ കുഞ്ഞു 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 പൂക്കളുണ്ടാവും, വലിയ വലിയ പൂക്കളുണ്ടാവും. പക്ഷേ എല്ലാം നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ അത് ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോബെറിൻ്റെ പൂക്കളൊക്കെ റോസാവും കേട്ടോ. പക്ഷെ അത് കട്ട കുത്തി അങ്ങനെ താഴെ കുത്തി നിൽക്കുവാണ്. നമ്മളതിന് ഓരോ വർഷം ചെല്ലുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പല കളറാണ് ഇവിടെ. ഇലകൾക്കായാലും അപ്പോൾ തന്നെ ചുമ്മാ പൂക്കളില്ലേ തന്നെയും ഇലകളാണെങ്കിൽ തന്നെയും കളറുകൾ കണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ഭംഗിയാണ് ഇവിടുത്തെ. ഇതെന്താ, നമ്മുടെ സ്വന്തം ആപ്പിള്. ഇത് തന്നെ ഒരു നാട്ടിൽ നിന്ന് കയറി വരാനായിട്ടുള്ള ഒരു പ്രചോദനം ഈ ആപ്പിൾ മരമാണെന്ന് തന്നെ പറയാം. ആപ്പിൾ പറിക്കാനുള്ള കൊതി, മറ്റുള്ളൊരു വീഡിയോയിൽ ഇത് കാണുമ്പോൾ ഒരു കൊതി, അതൊക്കെയായിരുന്നു നമുക്കിങ്ങനെ കയറി വരാനുള്ള ഒരു പ്രചോദനം. ഇവിടെ വന്ന് കണ്ടുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ ജാതിക്കയുടെ അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്കയും ജാതിക്കയൊക്കെ ഉണ്ടായി കിടക്കുന്ന പോലെയാണ് ഇവിടെ. പക്ഷെ പൂക്കളുടെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ. ഈ റോസപ്പൂവാണേ. പക്ഷെ ഇത് തൊട്ടപ്പോൾ പറഞ്ഞു നല്ലൊരു മഴയൊക്കെ നല്ല മണം കേട്ടോ ഈ പൂവിന്. ഞാൻ പറയാം നല്ല മണം ഉണ്ടെന്നതിന്. ഇത് വെച്ചിട്ട് നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കുമെന്ന് ആൻറ്റി പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റാണെന്ന്, നല്ല ടേസ്റ്റുള്ള റോസപ്പൂവാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പൂ വെച്ചിട്ട് അവർ ജാം ഉണ്ടാക്കും. നല്ല മണമുണ്ട് കേട്ടോ ആ പൂവിന് മാത്രം. ഇത് കാണാൻ നല്ല ഭംഗിയിട്ട്, പ്രത്യേകിച്ച് മണമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് നിൽക്കണ. ഇല അങ്ങനെ കാണാനേ ഇല്ല, പൂക്കൾ മാത്രമേ ഉള്ളൂ. വീടുകളിൽ മാത്രമല്ല കേട്ടോ, റോഡരികിലും സൈഡുകളിലും എവിടെ നോക്കിയാലും ഇതുപോലെ നിറച്ച് പൂക്കൾ കാണാം. എന്താ കാട്ടിൽ വരെ ഇതുപോലെ പൂക്കളുണ്ട്. നല്ല നല്ല റോസാപ്പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാട്ടിലൊക്കെ കൊല കുത്തി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അവിടെയൊക്കെ നട്ട് വെച്ചെണ്ണ വരെയാണ് നമുക്ക് തോന്നുന്നത് ഈ പൂക്കളൊക്കെ കാണുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് പടം വരയ്ക്കുമ്പോഴൊക്കെ ബോർഡിലൊക്കെ ഇങ്ങനെ വരച്ചിടുമായിരുന്നു ഈ ചെടിയും ഇതിൻ്റെ പൂവും കായൊക്കെ ഈ സാധനം. പക്ഷേ ഇത് റിയലാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണെന്ന് വിചാരിച്ചത്. നമ്മുടെ റോസ്മേരി കേട്ടോ. പിന്നെ നല്ലൊരു സാധനമാണ് ഇത്. നമ്മുടെ സ്വന്തം മുള. നമ്മുടെ നാട്ടിൽ അത്ര ലാവിഷായിട്ടുള്ളവരെ ചെടി പോലെ നടന്ന മുള. പക്ഷെ അതും കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഓരോ സെക്ഷൻ, ഓരോ വീടുകളുടെ ഫ്രണ്ടിലും അവരുടെ ബാക്കിലുള്ള സ്ഥലം ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. തീരെ ബൗണ്ടറി ഒന്നുമില്ല. ഇതുപോലെ ചെടികളും ഇത് അങ്ങനെ വെച്ചിട്ടാണ് അവർ ബൗണ്ടറി തിരിച്ചിരിക്കുന്നത്. അപ്പുറത്തെ വീടുകളും ഇപ്പുറത്തെ വീടുകളും തമ്മിൽ. ഇത് നമ്മുടെ സ്വന്തം ക്രിസ്മസ് ട്രീക്ക് എടുക്കുന്ന ഇല കേട്ടോ. ഇത് സീസണിൽ നമ്മൾ വെച്ച് പോകുന്ന പൂക്കളാണ്. അത് ഓരോ സീസൺ വരും എടുത്ത് കളയും. അത് കഴിഞ്ഞ് തീർന്നു ഈ പൂക്കൾ. ഉണ്ടാവും ഇല്ലെന്നല്ല, ഇതിപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പൊതുവേ ഇവിടുത്തെ ജർമ്മൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർഷം കഴിഞ്ഞ് ആ ചെടി പോയാൽ അത് കളഞ്ഞും അടുത്ത വർഷം അവർ പുതിയത് ഉപയോഗിക്കും. അശ്ശടാ ഒരു തേനീച്ച അവിടെ തേൻ കൂടി ഓക്കെ അത് അപ്പുറം പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയൊരു ഗാർഡൻ.